പത്തനംതിട്ട കോന്നിയിൽ ഊരുമൂപ്പനെ വനത്തിൽ കാണാതായിട്ട് ഇന്ന് 4 ദിവസം തികയുകയാണ്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്ത് പരിശോധന തുടരുന്നുണ്ട്. കൊക്കാത്തോട് കാട്ടാത്തി ഉന്നതിയിൽ മോഹൻദാസിനെയാണ് കാണാതായത്. ശ്രീരാജ് ബാബു വിവരങ്ങളുമായി ചേരുന്നു. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ തന്നെ മൂപ്പനെ കാണാതായിട്ട് 4 ദിവസമാകുന്നു. ഈ നാട്ടുകാർക്കാർക്കും വലിയ അറിവില്ല. അദ്ദേഹം കാട്ടിലേക്ക് കയറിപ്പോകുന്നത് കണ്ടവരുണ്ട്, പക്ഷേ എങ്ങോട്ടാണ് പോയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആ കാടും നാടും ഒക്കെ നന്നായി അറിയാവുന്ന ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ 4 ദിവസമായിട്ട് നാട്ടിലില്ലാത്തത്. എങ്ങനെയാണ് വനം വകുപ്പിന്റെ തിരച്ചിൽ പുരോഗമിക്കുന്നത്? ഏറ്റവും ഒടുവിലെ വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, അതായത് 4 ദിവസങ്ങൾക്ക് മുൻപ് ഒരു രാവിലെയാണ് ഇത്തരത്തിൽ ഊരുമൂപ്പൻ കാട് കയറി പോകുന്നത്. ഈ കാണാതാകുന്ന ദിവസം അല്ലെങ്കിൽ ഇത്തരത്തിൽ കാട് കയറി പോകുന്നതിന് ഒരു 3 ദിവസം മുൻപ് അദ്ദേഹത്തിനൊരു പഴയ കേസിന്റെ സമൻസ് വന്നിരുന്നു. അതിൽ അദ്ദേഹം വലിയ മാനസിക ബുദ്ധിമുട്ടിലായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. ഇതാകാം കാട്ടിലേക്ക് കയറിപ്പോകാൻ കാരണമായത് എന്ന് കുടുംബവും പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഉൾക്കാടാണ്. ധാരാളം വന്യമൃഗങ്ങളുള്ളൊരു സ്ഥലമാണ്. അവിടേക്കാണ് ഇദ്ദേഹം മോഹൻദാസ് എന്ന ഈ ഊരുമൂപ്പൻ കയറിപ്പോയത്. ഇതിലൊരു പ്രശ്നമുള്ളത്, കാട് നന്നായിട്ട് അറിയാവുന്ന, ആ പ്രദേശം നന്നായിട്ട് അറിയാവുന്ന ആളാണ് എങ്കിൽ പോലും കഴിഞ്ഞ കുറേയധികം നാളുകളായി ഇത്തരത്തിൽ കാട്ടിലേക്ക് പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഈ മോഹൻദാസ് എന്ന ഈ ഊരുമൂപ്പൻ കടന്നിട്ടില്ല. ഇതാണ് കുടുംബത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. വനംവകുപ്പിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ദിവസം മുതൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും അടക്കം ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഇന്നലെ സന്ധ്യ വരെയും വനംവകുപ്പ് പരിശോധന നടത്തിയെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ളൊരു വിവരം ലഭിച്ചില്ല. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് ഈ തെരച്ചിലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് അടക്കം അവിടെ എത്തിയ ഘട്ടത്തിൽ ഈ നായ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലെല്ലാം തന്നെ മഴ പെയ്യുന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു. അത്തരത്തിൽ തിരച്ചിൽ ഒരു കാര്യക്ഷമമായി നടത്തുന്നതിന് സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ വനപ്രദേശത്ത് നേരിടുന്നുണ്ട്. എങ്കിൽ പോലും വനംവകുപ്പ് ഇന്നലെ സന്ധ്യ വരെയും തിരച്ചിൽ നടത്തി. ആ മേഖലയുടെ വിവിധ വനഭാഗങ്ങളിൽ ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തുന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവരം ലഭിച്ചിരുന്നില്ല. 2023 ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ആ കേസ് ഒത്തുതീർപ്പായി എന്നാണ് കുടുംബം പറയുന്നത്. അങ്ങനെയാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ അതിൻ്റെ തന്നെ ഒരു തുടർ നടപടി എന്നോണം ഒരു സമൻസ് ഇദ്ദേഹത്തിന് ഈ കാണാതാകുന്നതിന് 2-3 ദിവസം മുൻപ് വന്നിരുന്നു. അതിൽ വലിയ മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു മോഹൻദാസ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും കുടുംബത്തിന്റെ ആവശ്യം എത്രയും വേഗം ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കണമെന്നതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി തെരച്ചിൽ നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഏതെങ്കിലും തരത്തിൽ തെരച്ചിലിൽ വീഴ്ചയുണ്ട് എന്നൊരു അഭിപ്രായം അവർക്കില്ല എങ്കിൽ പോലും ഈ 4 ദിവസം പിന്നിട്ടിട്ടും ഇദ്ദേഹത്തെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കാത്തത് കുടുംബത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നും പരിശോധന തുടരും. സേതു. ഓക്കെ ശ്രീരാജ്, അപ്പൊ ഇന്നെങ്കിലും ഒരു നല്ല വാർത്ത കേൾക്കാൻ അവിടത്തുകാർക്ക് നമുക്കും ഒക്കെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം.